നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആത്മസമർപ്പണത്തിന്റെ സന്ദേശവുമായി ബക്രീദ് ആഘോഷം. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ പുതുക്കി ബലിപെരുന്നാൾ ആഘോഷിച്ച ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങൾ ഭക്തിനിർഭരം. തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ വാഹനമിടിപ്പിച്ച കേസ്. ഒരു പ്രതി കൂടി പിടിയിൽ. മുഖ്യപ്രതി അലന്റെ സുഹൃത്തും ഒറ്റപ്പാലം സ്വദേശിയുമായ അജീഷാണ് തൃശൂരിൽ നിന്നും പിടിയിലായത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനം ഇടിപ്പിച്ചതെന്ന് FIR. ഭൂചലനങ്ങൾ തുടർക്കഥയാകുമ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറി ദേശമംഗലത്തെ ഭൂചലന നിരീക്ഷണ കേന്ദ്രം. നോക്കുകുത്തിയായി മാറിയിട്ട് 2 പതിറ്റാണ്ടോളമായിട്ടും നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ വാഹനമിടിപ്പിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. ഇന്നലെ പിടിയിലായ മുഖ്യപ്രതി അലന്റെ സുഹൃത്തും ഒറ്റപ്പാലം സ്വദേശിയുമായ അജീഷാണ് തൃശൂരിൽ നിന്നും പിടിയിലായത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനം ഇടിപ്പിച്ചതെന്ന് FIRൽ പറയുന്നു. കാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നെന്ന് പ്രതികളുടെ മൊഴിയുണ്ട്. പിടിക്കപ്പെടാതിരിക്കാനാണ് കാറുമായി ഇടിച്ചു കടന്നത്. പോലീസ് അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഇവർ പറഞ്ഞു. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ആത്മത്യാഗത്തിന്റെ സന്ദേശം പകർന്ന് സ്വന്തം മകനെ ബലി നൽകണമെന്ന ദൈവകൽപ്പന ശിരസാവഹിച്ച ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയ്ക്കായാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പരീക്ഷണത്തിൽ വിജയിച്ച പ്രവാചകൻ ഇബ്രാഹിമിനെ നാഥൻ ചേർത്ത് പിടിച്ചു. കഠിനാനുഭവങ്ങളുടെ തീച്ചൂളയിൽ അജയനായി നിലപാടെടുത്ത ഇബ്രാഹിം നബിയുടെ നിശ്ചയദാർഢ്യം വിശ്വാസിക്ക് ആഘോഷവേളയിൽ കരുത്തു പകരും. അതിരുകളും വേർതിരിവുകളുമില്ലെന്ന് കർമ്മത്തിലൂടെ പ്രഖ്യാപിച്ച് മക്കയിൽ തീർത്ഥാടനത്തിനെത്തിയ മനുഷ്യക്കടലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക കൂടിയാണ് വിശ്വാസികൾ. രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങൾ ഭക്തിനിർഭരമായി. ബലികർമ്മം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം കുടുംബ സന്ദർശനവും സൗഹൃദം പുതുക്കലുമായി വിശ്വാസികൾ ആഘോഷ നിറവിലാണ്. മൈലാഞ്ചി മുഞ്ചുള്ള കൈകൾ, പുതുവസ്ത്രമണിഞ്ഞുള്ള പെരുന്നാൾ നമസ്കാരം, ബലികർമ്മം, വിഭവസമൃദ്ധമായ ഭക്ഷണം. പെരുന്നാൾ വിശ്വാസികൾക്ക് ആഘോഷദിനമാണ്. ബലിപ്പെരുന്നാൾ എന്നാൽ വിശ്വാസികൾക്ക് ആഘോഷം മാത്രമല്ല, ദൈവത്തിലേക്കുള്ള സമർപ്പണബോധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ത്യാഗസ്മരണ കൂടിയാണ്. അചഞ്ചലമായ വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ബലിപ്പെരുന്നാൾ ദിനം. ന്യൂസ് ഡെസ്ക് CCTV. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒറ്റ ദിവസം 1 കോടിയോളം രൂപയുടെ വരുമാനം. തിങ്കളാഴ്ച 96,99,253 രൂപയാണ് വഴിപാടിനത്തിൽ മാത്രം ലഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര ചരിത്രത്തിലെ സർവകാല റെക്കോർഡാണിത്. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിനായി നെയ്വിളക്ക് ഷീട്ടാക്കിയതും റെക്കോർഡായി. 38,46,520 രൂപയുടെ നെയ്വിളക്കാണ് ഭക്തർ ഷീട്ടാക്കിയത്. 5 പേർക്ക് വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിന് 4,500 രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയ വകയിൽ 10,84,500 രൂപ ലഭിച്ചു. ഭക്തർ 31,04,090 രൂപയുടെ തുലാഭാരവും നടത്തി. 648 കുരുന്നുകൾക്ക് ചോറൂൺ നൽകി. 16 വിവാഹങ്ങളും നടന്നു. ഇന്നലെയും ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. വൈശാഖമാസത്തിലെ മെയ് 19 ലഭിച്ച 83,19,002 രൂപയാണ് വരുമാനത്തിലെ ഇതുവരെയുള്ള റെക്കോർഡ്. ആർത്താറ്റ് ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വാൻ ഡ്രൈവർ മുല്ലശ്ശേരി കൂരിക്കാട്ട് വീട്ടിൽ 32 വയസ്സുള്ള സുജിത്ത്, ക്ലീനർ ഇതര സംസ്ഥാന തൊഴിലാളിയായ 30 വയസ്സുള്ള സുശീൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാനും എതിർദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ഇരുവരെയും നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ബസ് യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളം പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ നവീകരണം പൂർത്തീകരിച്ച വടക്കേ പടിപ്പുര മാളികയുടെ കൂദാശ നടന്നു. ഇടവകാംഗമായ PC സൈമനാണ് 50 ലക്ഷം രൂപ ചെലവഴിച്ച് തന്റെ സഹധർമ്മിണിയുടെയും മാതാപിതാക്കളുടെയും പാവന സ്മരണയ്ക്കായി ജീർണാവസ്ഥയിലായിരുന്ന വടക്കേ പടിപ്പുര മാളിക നവീകരിച്ചു നൽകിയത്. പണ്ടുകാലത്ത് സഭയുടെ ഔദ്യോഗിക കാര്യങ്ങൾ നടന്നിരുന്നതും തിരുമേനിമാർ പഴഞ്ഞിയിലെത്തുമ്പോൾ താമസിച്ചിരുന്നതും ഈ മാളികയിലായിരുന്നു. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന കൂദാശ കർമ്മത്തിന് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റവറൻ ഫാദർ ജോസഫ് തൊലത്ത് എപ്പിസ്കോപ്പ, ഇടവക വികാരി ഫാദർ ഐസക് ജോൺ, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് മാളികയുടെ പഴമ ഒട്ടും കൈമോശം വരാതെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ആർക്കിടെക്ട് ഡോക്ടർ ഷൈൻ സി സണ്ണിയെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെയും മെത്രാപ്പൊലീത്ത ഉപഹാരം നൽകി അനുമോദിച്ചു.
പള്ളി സെക്രട്ടറി സലിൽ സി സൈമൺ, കൈക്കാരൻ CJ സന്തോഷ്, മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. CCTVയുടെ സിടെക് അക്കാദമിയിൽ കോഴ്സ് പൂർത്തിയായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. CCTV ടവറിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ KC ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ചീഫ് ഇൻസ്ട്രക്ടർ KC ജെയിംസ്, ഇൻസ്ട്രക്ടർ ശ്രീഷ്മ എന്നിവർ ചേർന്ന് പഠനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KM എഡ്വിൻ, KC ജോസ്, ഷാജി V ജോസ്, PM സോമൻ, KR അനന്തരാമൻ, V ശശികുമാർ, CS സുരേഷ്, മാനേജർ സിൻഡോ ജോസ്, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അഗതിയൂർ കലശമലയിലെ ആര്യലോക് ആശ്രമത്തിന്റെ നാടൻ പശു പരിപാലന കേന്ദ്രമായ ഗോലോക്കിലേക്ക് തിരുവില്ലാമല പാമ്പാടി ഐവർ മഠം സാരഥിയും വില്ലാദ്രി പശു സംരക്ഷകനുമായ രമേശ് കോരപ്പത്ത് ഒരു ജോഡി വില്ലാദ്രി പശുക്കളെ സമർപ്പിച്ചു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ പശുക്കളെ പരിപാലിക്കുകയും ആജീവനാന്തം സംരക്ഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് ആര്യലോക് ആശ്രമത്തിന്റെ ഗോലോക്കിനുള്ളത്. വെച്ചൂർ, കാങ്കയം, ഉബ്ലാഞ്ചേരി, കൃഷ്ണ, കാസർകോട് കുള്ളൻ, വില്ലാദ്രി എന്നീ ഇനങ്ങളാണ് ഇപ്പോൾ ഗോലോക്കിൽ ഉള്ളത്. ജൈവ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമാണ് പശുക്കൾക്ക് ആഹാരമായി നൽകുന്നത്. ഗോലോക്കിലുള്ള പശുക്കളും കാളകളും ജീവിതാന്ത്യം വരെ ഇവിടെ തന്നെ വളരുമെന്നും സംരക്ഷിക്കുമെന്നും ആര്യലോക് ആശ്രമാധിപൻ ആര്യ മഹർഷി പറഞ്ഞു. നമ്മുടെ ആര്യലോക് ആശ്രമത്തിൻ്റെ കീഴിൽ നാടൻ പശുക്കളെ പരിപാലിക്കുന്ന ഒരു സംവിധാനം ആരംഭിക്കണം എന്നുള്ള ഒരു ആലോചനയായിട്ടിരിക്കുമ്പോഴാണ് ആശ്രമത്തിലേക്ക് നാടൻ പശുക്കൾ നമ്മുടെ സേവകരായിട്ടുള്ള ഓരോരുത്തർ തന്നു തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 7 നാടൻ പശുക്കളാണ് ഉള്ളത്. അതിലിപ്പോൾ കൃഷ്ണ ഇനത്തിൽപ്പെട്ടതുണ്ട്, ഉബ്ലാഞ്ചേരി, കാങ്കയം, പിന്നെ വെച്ചൂര്, കാസർഗോഡ്, കപില, വില്വാദ്രി, ഇത്തരം പശുക്കളൊക്കെയാണ് നമ്മുടെ ശേഖരത്തിലിപ്പോൾ ഉള്ളത്. ഇത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതാന്ത്യം വരെ ഇവിടെ നമ്മൾ പരിപാലിക്കുക. ഇപ്പോൾ അവരിൽ നിന്ന് നമുക്ക് എന്ത് നേട്ടം കിട്ടുന്നു അതൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ പശുക്കളെ പരിപാലിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി. ഇപ്പോൾ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ കോനോഫ്ലൻ എന്നുള്ള രീതിയിലുള്ളൊരു പശു പരിപാലനം ഉണ്ട്. അതൊരു എന്താ പറയുക, കൗ ടൂറിസം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, പശുക്കളെ പരിപാലിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി, അവരെ തലോടുമ്പോൾ നമുക്കുണ്ടാവുന്ന. പെരുന്നാൾ ദിനത്തിൽ പാറന്നൂർ ചിറയുടെ സൗന്ദര്യം ആസ്വദിച്ച സഞ്ചാരികൾ. ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ പാറന്നൂർ ചിറ പാവങ്ങളുടെ വാഴച്ചാൽ എന്നാണ് അറിയപ്പെടുന്നത്. ജോസ് മാളിക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. പാറകൾ നിറഞ്ഞ ചിറയിൽ കളകളാരവത്തോടെ പളുങ്ക് സമാനമായ വെള്ളമൊഴുകുന്നത് സഞ്ചാരികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. കല്ലിൽ തട്ടിത്തെറിച്ച് പതഞ്ഞൊഴുകുന്ന വെള്ളം വാഴച്ചാലിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. കേച്ചേരി പുഴയുടെ ഭാഗമായ പാറന്നൂർ ചിറ കാർഷിക ആവശ്യത്തിനുള്ള വെള്ളത്തിനുള്ള പ്രധാന സ്രോതസ്സു കൂടിയാണ്. ജില്ലാ പഞ്ചായത്തിന്റെയും ചൂണ്ടൽ പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചിറയെ കൂടുതൽ സുന്ദരിയാക്കിയിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും സമീപ പ്രദേശങ്ങളിൽ നിന്ന് വളരെയധികം സഞ്ചാരികളാണ് ചിറയുടെ സൗന്ദര്യ കാഴ്ചകൾ നുകരാനായി എത്തുന്നത്. വേനലിൽ വറ്റിവരണ്ട് പാറക്കൂട്ടം മാത്രമായി മാറിയിരുന്ന ചിറ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നാണ് തന്റെ തനതായ സൗന്ദര്യം തിരിച്ചുപിടിച്ചത്. ഇതോടെ ഇവിടെ വീണ്ടും സഞ്ചാരികളുടെ തിരക്കായി. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാവുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചാൽ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടാനാകും. ചിറയ്ക്കു കുറുകെ തൂക്കുപാലവും കുട്ടികൾക്ക് ഉല്ലാസത്തിനായുള്ള പാർക്ക് പോലെയുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നതിന് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആലോചനകൾ പുനരാരംഭിക്കേണ്ടതുണ്ട്. വലിയ പണച്ചിലവില്ലാതെ പരിസര പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് ഒരു സായാഹ്നം ചിലവഴിക്കാനുള്ള ഇടമായി ഇതിനകം മാറിയിട്ടുണ്ട് പാറന്നൂർ ചിറ. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ചിറ്റണ്ട സ്വദേശി പട്ടച്ചാലിൽ മുഹമ്മദിനാണ് പരിക്കേറ്റത്. പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് ഉച്ചതിരിഞ്ഞ് 2:45 അപകടം. തലയ്ക്ക് സാരമായി പരിക്കേറ്റ മുഹമ്മദിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പഞ്ചായത്ത് നിലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. പ്രതിഷേധ യോഗം നടത്തി. ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു അമ്പാടി ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് കൺവീനർ സി.കെ. സുനിൽകുമാർ, ഗിരീഷ് തോപ്പിൽ, രാംദാസ് മുല്ലയ്ക്കൽ, രാജേഷ് ചേനം കുമരത്ത്, രാജൻ തോപ്പിൽ, ബാലൻ ചേനം കുമരത്ത് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നാട്ടുകാർ സ്വന്തം ചെലവിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തു. പഞ്ചായത്തിൽ ഇതുപോലെ ദുർബലമായി കിടക്കുന്ന ഒരുപാട് റോഡുകളുണ്ട്. ഇതിനെതിരെ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി വേണ്ട രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ഇവിടെ ഇതിനു വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ഉടൻ തന്നെ എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ശോചനീയാവസ്ഥയിൽ വന്നിട്ടുള്ള റോഡുകൾ ഉടൻ പണി പൂർത്തീകരിക്കണമെന്നാണ് ബി.ജെ.പി. ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഇങ്ങനെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ ഇവിടെ പ്രതിഷേധ യോഗങ്ങൾ നടത്തും, പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നാണ്. ഭൂചലനങ്ങൾ തുടർക്കഥയാകുമ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറി ദേശമംഗലത്തെ ഭൂചലന നിരീക്ഷണ കേന്ദ്രം. കേന്ദ്രം നോക്കുകുത്തിയായി മാറിയിട്ട് 2 പതിറ്റാണ്ടോളമായിട്ടും നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ. ദേശമംഗലം വരവൂർ മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് 20 വർഷങ്ങൾക്ക് മുൻപ് ഭൂചലന കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചത്. എന്നാൽ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭൂചലന കേന്ദ്രത്തിൽ സ്ഥാപിച്ച ഭൂചലന അളവ് മാപ്പിനുകളിൽ വലിയ വാഹനങ്ങൾ പോകുന്നതിന്റെ ശബ്ദത്തിൽ കൂടി ഭൂചലനം നടന്നതായി ഗ്രാഫ് കാണിക്കാൻ തുടങ്ങിയതോടെയാണ് ഇവിടെ നിന്നും സിസ്മോഗ്രാഫ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പീച്ചി ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. നിരന്തരമായ ഭൂചലനങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ പ്രഭവ കേന്ദ്രം തലശ്ശേരിയിലാണെന്ന് പറഞ്ഞാണ് 1998 തലശ്ശേരിയിൽ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. തൃശൂർ നിർമ്മിതി കേന്ദ്ര 5 ലക്ഷം രൂപ ചിലവിട്ടാണ് കെട്ടിടം പണിതത്. തുടർന്ന് സിസ്മോഗ്രാഫ് സ്ഥാപിക്കുകയും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തു. ഭൌമശാസ്ത്രജ്ഞരായ C.P. രാജേന്ദ്രനും കുശല രാജേന്ദ്രനും സ്ഥലം സന്ദർശിച്ചാണ് ഉപകരണങ്ങൾ പീച്ചിയിലേക്ക് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചത്. പിന്നീടാണ് കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയത്. നാശത്തിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കെട്ടിടം പോലീസ് ഔട്ട് പോസ്റ്റോ വില്ലേജ് ഓഫീസോ മാറ്റുന്നതിന് ദേശമംഗലത്തെ പലരും പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ചെവികൊണ്ടില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനോ വില്ലേജ് ഓഫീസോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇത് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് പല നിവേദനങ്ങളും കൊടുത്തിട്ട് ഇതേവരെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇതിലിപ്പോൾ ഈ ഹരിതകർമ്മസേനയുടെ വേസ്റ്റാ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ കൊടുത്തിട്ടിട്ട് ഇതിലാകെ ഇപ്പം അടുത്ത വീട്ടുകാരൻ പറയുന്നത്, അടുത്ത വീട്ടുകാരനല്ല, എൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അടുത്ത വീട്ടുകാരൻ പറയുന്നത് നായകളെ കൊണ്ടും പന്നികളെ കൊണ്ടും ഭയങ്കര ശല്യമാണ്. അത് നമ്മളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. അതുമാത്രമല്ല രാത്രിയാണെങ്കിൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. 2018 പ്രളയമുണ്ടായപ്പോൾ ദേശമംഗലം പള്ളത്ത് ഉരുൾപൊട്ടി ജീവനും വീടും നഷ്ടപ്പെട്ടവർക്ക് ഒരു ക്യാമ്പ് ഈ കെട്ടിടത്തിൽ ഒരുക്കാമായിരുന്നിട്ടുകൂടി അധികൃതർ അനങ്ങിയില്ല. കോവിഡ് സമയത്ത് ഉപയോഗിക്കാനായി നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിക്കാരുടെ സ്വപ്നമായിരുന്ന ഗ്രാമീണ വായനശാല നിലവിൽ വാടക കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വായനശാല നിലനിർത്താൻ കെട്ടിടം വിട്ടുതരുവാൻ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും അപേക്ഷകൾ നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ കെട്ടിടം പൂർണ്ണനാശത്തിലേക്കെത്തും. 2000 ഈ കെട്ടിടം ഇവിടുന്ന് പീച്ചിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അവരന്ന് അതിന് മാറ്റുന്നതിന് പറഞ്ഞൊരു കാരണമെന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ റോഡുകൾ ഉള്ളതിൻ്റെ പേരിൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പഴയ പോലെ ജനങ്ങളൊരു പരിഭ്രാന്തിയിലാണ്. തുടർച്ചയായ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഈ ഒരു കെട്ടിടം ഇവിടെ ഒരു ക്ലബ്ബ് നിലനിന്നിരുന്നു. ആ ക്ലബിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വിട്ടു നൽകിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ നിർമ്മിച്ചത്. അത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിളയാട്ടമായി മാറിയിരിക്കുകയാണ്. ഒരു CCTV ന്യൂസ് തളി. അസംഘടിത തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്ന് അസംഘടിത തൊഴിലാളി സംഘം BMS കടപ്പുറം പഞ്ചായത്ത് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംഘടന തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KV ശ്രീനിവാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രഭാരി KA ജയതിലകൻ അധ്യക്ഷത വഹിച്ചു. BMS ഗുരുവായൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി KK രാധ, ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് KT മുഹമ്മദ് യൂനസ്, ശാന്തി IA, അഖിലാഷ് RV എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ശാന്തി ബാബു പ്രസിഡന്റ്, IB അരുന്ധതി വൈസ് പ്രസിഡന്റ്, സബിത ബിജു സെക്രട്ടറി, PK നിഷ ജോയിന്റ് സെക്രട്ടറി, KB ശിവാനന്ദൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്ത് പരിധിയിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു.
SSLC, +2, VHSC, CBSE പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും USS, NMMS, LSS വിജയികളെയുമാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പ്രശസ്ത ഗായിക ഡോക്ടർ ബിനീത രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൾ നാസർ അധ്യക്ഷനായി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, മെമ്പർ KK മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ്, മെമ്പർമാരായ മൈമുന ഷെബീർ, മുഹമ്മദ് കുട്ടി ആദൂർ, ബാങ്ക് സെക്രട്ടറി PS പ്രസാദ്, മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KM നൌഷാദ്, ജാനകി പത്മജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മേഖലയിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ആദരണീയം 2024 എന്ന പേരിൽ ക്ഷേത്ര പരിസരത്ത് നടത്തിയ അനുമോദന സദസ്സ് വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സൺ സിറിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KU രവി അധ്യക്ഷത വഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് അംഗങ്ങളായ PJ ജ്യോതിസ്, രജനി പ്രേമൻ, വിജിത പ്രജി, ക്ഷേത്ര കമ്മിറ്റി മുൻ പ്രസിഡന്റ് അശോകൻ വെള്ളക്കട, ക്ഷേത്രം സെക്രട്ടറി KM പ്രമോദ്, ജിഷ്ണു എന്നിവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിൽ വെള്ളാറ്റഞ്ഞൂർ തെക്ക് വാർഡിൽ നിർമാല്യം കുടുംബശ്രീയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വെള്ളാറ്റഞ്ഞൂർ ചെറുകുന്ന് കോളനി കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് വൃത്തിയാക്കി. വാർഡ് മെമ്പറും വികസനകാര്യ ചെയർമാനുമായ CF ജോയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരും കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ചരിത്രവിജയം നേടിയ നിയുക്ത MP ഷാഫി പറമ്പിൽ പെരുന്നാൾ ആഘോഷത്തിനായി ജന്മനാടായ ഓങ്ങല്ലൂരിലെത്തി. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തതിനു ശേഷം ഷാഫിയെ അഭിനന്ദിക്കാൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഓങ്ങല്ലൂർ കാരക്കാട്ടുകാരുടെ സ്വന്തം MP ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ജന്മനാട്ടിലേക്ക് എത്തിയത്. വടകരയിലെ ചരിത്ര വിജയത്തിന് ശേഷമാണ് ഷാഫിയുടെ വരവ്. രാവിലെ പാറപ്പുത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഷാഫി പറമ്പിൽ പങ്കെടുത്തു. നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഷാഫിയെ നാട്ടുകാരും നേതാക്കളുമെല്ലാം വരവേൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. പട്ടാമ്പിയിൽ നിന്നുമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കാരക്കാടേക്ക് എത്തിയിരുന്നു. പാലക്കാടാകുമ്പോഴും പെരുന്നാൾ വേളകളിൽ ഓങ്ങല്ലൂർക്ക് എത്തുന്ന പതിവ് ഷാഫി പറമ്പിലുണ്ട്. ഇത്തവണയും അത് മുടക്കാതെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നാട്ടുകാർക്കും പ്രവർത്തകർക്കുമൊപ്പം സെൽഫി എടുത്തും കുശലാന്വേഷണങ്ങൾ നടത്തിയുമാണ് ഷാഫി പറമ്പിൽ മടങ്ങിയത്. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് വെസ്റ്റ് ഗേറ്റ് ക്ലബിന്റെ 20ാം വാർഷിക സമ്മേളനവും ഫാമിലി മീറ്റും സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സേവിയർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. ഇടവക വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സെക്രട്ടറി ലാസർ വാഗയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ലബിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. കലാപഠന രംഗത്ത് നേട്ടം കൈവരിച്ചവർക്ക് സമ്മാനങ്ങൾ നൽകി. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ക്ലബ്ബ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി മണ്ഡലം 11ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇൻകാസ് UAE സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രപ്രകാശ് ഇടമന ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജീസൻ ചുങ്കത്ത് അധ്യക്ഷനായി. കുന്നംകുളം UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് NK കബീർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി, CK ചന്ദ്രൻ, KN സതീദേവി, ജോസഫ് ദേവസി, കൂട്ടുമൂച്ചിക്കൽ മരക്കാർ, ജെയിംസ് ചുങ്കത്ത്, ആൻഡോ ചുങ്കത്ത്, ദേവസി ചുങ്കത്ത്, ഷിജോ ജോർജ് എന്നിവർ സംസാരിച്ചു. നമ്മൾ കൂട്ടുകാർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുവൈറ്റിലുണ്ടായ ലേബർ ക്യാമ്പ് അപകടത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. തൊട്ടാപ്പ ലൈറ്റ് ഹൌസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ അനുശോചനവും പുഷ്പാർച്ചനയും ഉണ്ടായി. PH തൗഫീഖ്, ഹംസ മുണ്ടൻസ്, സലിം NP എന്നിവർ സംസാരിച്ചു. അനുശോചന യോഗത്തിൽ വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളും പങ്കെടുത്തു.
ഭാരതീയ ചികിത്സാ വകുപ്പും കുന്നംകുളം നഗരസഭയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആനായ്ക്കൽ CMS സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു കെ തമ്പി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർമാരായ VK സുനിൽകുമാർ, ബിനീഷ്, വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് ഡോക്ടർ മിഥു കെ തമ്പി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യോഗ ഇൻസ്ട്രക്ടർ സന്ധ്യ ബാബുരാജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡിസ്പെൻസറിയിലെ ആശാ വർക്കർമാരായ രാജി ഡേവിഡ്, EK രേഖ, VN പ്രീതി, രമ്യ, അജിത എന്നിവർ നേതൃത്വം നൽകി. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 6:30 ദിവ്യബലി, നൊവേന എന്നിവ ഉണ്ടായിരുന്നു. തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചേരൂർ ക്രൈസ്റ്റ് വില്ല ഡയറക്ടർ ഡിറ്റോ കൂള വചന സന്ദേശം നൽകി. തുടർന്ന് കപ്പേളയിലേക്ക് പ്രദക്ഷിണവുമുണ്ടായി. സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ഇടവകയിലെ മുഴുവൻ പേർക്കും ഊട്ടുനേർച്ചയും നൽകി. ഇടവകയിലെ കിടപ്പിലായ രോഗികൾക്ക് ഭക്ഷണ കിറ്റുകൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകളിൽ എത്തിച്ചു നൽകി. വൈകിട്ട് സിനിമാ പ്രദർശനവും ഉണ്ടായിരുന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ മേലിട്ട് ജോഷി ജോസഫ്, ജനറൽ കൺവീനറും ട്രസ്റ്റിയുമായ ബാബു എടക്കളത്തൂർ, ട്രസ്റ്റി ജോഷി ചൊവ്വല്ലൂർ തുടങ്ങി ഊട്ടുതിരുനാൾ കമ്മിറ്റി ഭാരവാഹികളും വനിതാ വിംഗ് പ്രവർത്തകരും നേതൃത്വം നൽകി. മറ്റം KC സൈമൺ മാസ്റ്റർ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി റിക്രിയേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ സർഗോത്സവം സംഘടിപ്പിച്ചു. ആര്യമ്പാടത്ത് നടന്ന ചടങ്ങിൽ PN സുഗുദേവൻ പ്രതിഭാ പുരസ്കാര വിതരണം, ഇമ്മട്ടി ദിനേശ് സ്മാരക അവാർഡ് വിതരണം, നിധിൻ രാജ് അനുസ്മരണം, പഠനോപകരണ വിതരണം എന്നിവ നടന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് KA കബീർ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, PN സുഗുദേവൻ പ്രതിഭാ പുരസ്കാര വിതരണവും, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ ഇമ്മട്ടി ദിനേശ് സ്മാരക അവാർഡ് വിതരണവും, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് നിധിൻ രാജ് അനുസ്മരണവും പഠനോപകരണ വിതരണവും നടത്തി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് കൌൺസിലർ TV ബിജി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് കാട്ടൂക്കാരൻ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, ലൈബ്രറി സെക്രട്ടറി ശരത് ലൂയിസ്, സ്വാഗത സംഘം കൺവീനർ PM ശരത്ത് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ ഗവേണിംഗ് ബോർഡ് യോഗം ആശുപത്രി നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്നു. കുന്നംകുളം ഭദ്രാസനാധിപനും ആശുപത്രി വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സെക്രട്ടറി KP സാക്സൺ സംസാരിച്ചു. ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ വിതരണവും ചടങ്ങിൽ നടന്നു. കൊറപ്പിസ്കോപ്പ ഉറുമ്പിൽ ജോൺ, ആശുപത്രി ട്രഷറർ മോൺസി അബ്രഹാം, TI ഉല്ലാസ്, ജിന്നി കുരുവിള എന്നിവർ സംസാരിച്ചു. വേലൂർ അമ്പലവട്ടം ദേശകുതിര നിർമ്മാണത്തിനായുള്ള ധനശേഖരണാർത്ഥം കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടന്നു. കാർത്തിയേനി ദേവി ക്ഷേത്രാങ്കണത്തിൽ ദേശകുതിര കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ കാർത്തിയേനി ദേവി ക്ഷേത്ര പ്രസിഡന്റ് സേതു മാധവന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി വിനായക മണികണ്ഠൻ, ട്രഷറർ ബാബു, ജോയിന്റ് ട്രഷറർ രാഹുൽ, കൺവീനർ ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. എയ്യാൽ സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിലെ സെന്റ് ആന്റണീസ് യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു. രാവിലെ 7:30 ആഘോഷമായ പാട്ടുകുർബാനയോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമായി. എയ്യാൽ പള്ളി വികാരി ഫാദർ ഡോക്ടർ ഷാൻഡോ തലക്കോട്ടൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ലോറൻസ് KV അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിൽ കൈക്കാരന്മാർ, മദർ സുപ്പീരിയർ സിസ്റ്റർ സിറില്ല, മറ്റ് യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പുരാതനവും പ്രസിദ്ധവുമായ തളി ശ്രീ വീരസ്ഥാനം വിരുട്ടാണി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ ദേവിയും വീരഭദ്രനും 2 പ്രതിഷ്ഠയുള്ള ദേവീക്ഷേത്രങ്ങൾ അപൂർവമാണ്. ഭക്തർ മനം നൊന്ത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശാന്തസ്വരൂപിണിയായാണ് ശ്രീ വീരസ്ഥാനം വിരുട്ടാണത്തമ്മ അറിയപ്പെടുന്നത്. മറ്റു മിക്ക ദേവീക്ഷേത്രങ്ങളിലും കണ്ടുവരാത്ത വളരെയേറെ താന്ത്രിക ചടങ്ങുകൾ ഉള്ളതാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ കുമാരനും ക്ഷേത്രമൂത്തടികളും കാർമ്മികത്വം വഹിച്ചു. വിശേഷാൽ താന്ത്രിക ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം,
വിശേഷാൽ പൂജകൾ, കലശപൂജ, കലശാഭിഷേകം, ഭഗവതി സേവ, പുരാണപാരായണം, ഭദ്രകാളി മാഹാത്മ്യം, നാരായണീയ പാരായണം, തുടർന്ന് വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, കേളി എന്നിവയും നടന്നു. ഭഗവതിയെ തൊഴുതുവണങ്ങാൻ എത്തിയ ഗജവീരൻ തെച്ചിക്കോട്ട് രാമചന്ദ്രനെയും ആദരിച്ചു. വൈകിട്ട് വിശപ്പ് എന്ന നാടകവും അരങ്ങേറി. ക്ഷേത്രം സമിതി ട്രസ്റ്റ് അംഗങ്ങൾ, ക്ഷേത്രം സേവാസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി നിർവഹിച്ചു. വിരുട്ടാണം ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് BKS അടികൾ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് കുളപ്പുള്ളി ലീല, സിനിമാ പിന്നണി ഗായിക രാധിക അശോക്, പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ഷാജി, സേവാസമിതി പ്രസിഡന്റ് രമേശൻ മാഷ് തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. ക്ഷേത്രമൂത്തടികൾ ശങ്കരനാരായണൻ, സെക്രട്ടറി നീലകണ്ഠനടികൾ, പ്രസന്നനടികൾ എന്നിവർ പ്രതിഷ്ഠാദിനത്തിന് കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റ് മെമ്പർമാരായ PM സോമൻ, വിശ്വംഭരൻ, ഗോപാലകൃഷ്ണൻ, സേവാസമിതി അംഗങ്ങളായ സഞ്ജയൻ, ദിവാകരൻ, നാരായണൻ, ബാലു, വിദ്യാധരൻ, ചന്ദ്രൻ, ക്ഷേത്രം മാനേജർ VP ഗിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, തളി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ 60 കിലോഗ്രാം മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ വെങ്കലം കരസ്ഥമാക്കിയ പട്ടിയാത്ത് രാജീവിനെ മുണ്ടത്തിക്കോട് NSS കരയോഗം സ്വീകരണം നൽകി. കരയോഗം പ്രസിഡന്റും താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗവുമായ രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M. ബാബു അധ്യക്ഷത വഹിച്ചു. രാജീവിന് പ്രസിഡന്റ് രാജു മാരാത്ത് പൊന്നാടയണിയിച്ചു. +2-ന് ഉന്നത വിജയം നേടിയ കരയോഗം മെമ്പർമാരുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി A. സുധീഷ് ബാബു, ട്രഷറർ A. സുരേന്ദ്രൻ, ഡിവിഷൻ കൌൺസിലർ K. ഗോപാലകൃഷ്ണൻ, വനിതാ സമാജം പ്രസിഡന്റ് ലത ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ബലിപ്പെരുന്നാൾ ആഘോഷിച്ച് മുസ്ലിം വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും ഭക്തി നിർഭരമായ ചടങ്ങുകൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. മുതുവട്ടൂർ രാജാ ഹാളിൽ രാവിലെ 7 മണിക്ക് പെരുന്നാൾ നിസ്കാരം നടന്നു. ഖത്തീബ് സുലൈമാൻ അസ്ഹരി നേതൃത്വം നൽകി. എടക്കഴൂർ ജുമാ മസ്ജിദിൽ രാവിലെ 9 മണിക്ക് മുഹമ്മദ് ദാരിമി അരിമ്പ്ര നേതൃത്വം നൽകി. കിറാമൻകുന്ന് ജുമാ മസ്ജിദിൽ രാവിലെ 9-ന് സാബിത് സഖാഫി നേതൃത്വം നൽകി. തിരുവത്ര പുതിയറ ജുമാ മസ്ജിദിൽ രാവിലെ 9-ന് ഹസൻ ലത്തീഫി നേതൃത്വം നൽകി. പുന്ന ജുമാ മസ്ജിദിൽ രാവിലെ 9-ന് നൌഷാദ് സഖാഫി നേതൃത്വം നൽകി. മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷ തങ്ങൾ നേതൃത്വം നൽകി. ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ ഹംസ സഖാഫി നേതൃത്വം നൽകി. ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നൌഷാദ് സുവരി നേതൃത്വം നൽകും. ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ ഷിഹാബ് ഭാഖവി കാങ്കുൽ നേതൃത്വം നൽകി. ബ്ലാങ്ങാട് കട്ടിൽ ജുമാ മസ്ജിദിൽ മൊയ്തീൻകുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകി. കടപ്പുറം അഞ്ചങ്ങാടി ജുമാ മസ്ജിദിൽ ഷെഫീഖ് ഫൈസി കായംകുളം നേതൃത്വം നൽകി. ഹൃദയവിശുദ്ധിയുടെ ബലിപ്പെരുന്നാൾ സഹനത്തിന്റെയും വിശ്വാസ സമർപ്പണത്തിന്റെയും സഹാനുഭൂതിയുടെയും ഓർമ്മ പുതുക്കുന്ന അവസരത്തോടൊപ്പം ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള വേദി കൂടിയാകണമെന്നും അൻസാർ മസ്ജിദ് ഖതീബ് മുഹമ്മദ് ഉമരി പറഞ്ഞു. പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ മഹല്ല് കമ്മിറ്റി അൻസാർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ നമസ്കാരത്തിനും ഖുതുബ പ്രഭാഷണത്തിനും നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഈദ്ഗാഹ് കമ്മിറ്റിയും സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനും സംയുക്തമായി മധുരം വിതരണം ചെയ്തു. വിവിധ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഈദ് കമ്മിറ്റി അംഗങ്ങളായ K. അനീസ്, N. K. മൊയ്തീൻ, ഷഹീർ മുഹമ്മദ്, മുജീബ് പട്ടേൽ, P. ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി. അൽ ഫുർഹാൻ മസ്ജിദ് ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിന് സുഹൈർ മൗലവി മരുദ നേതൃത്വം നൽകി. പരുവക്കുന്ന് മഹല്ല് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അബ്ദുൾ റഹ്മാൻ ബാഖവിയും, ആൽത്തറ മഹല്ല് മസ്ജിദിൽ ഷഫീഖ് അൻവരിയും, പെരുമ്പിലാവ് സെൻട്രൽ മസ്ജിദിൽ ഷിഹാബുദ്ദീൻ ബാഖവിയും, ചിറക്കൽ മഹല്ല് മസ്ജിദിൽ അബ്ദുൽ ഹക്കീം ദാരിമിയും, കോട്ടോൾ സെൻട്രൽ മസ്ജിദിൽ AM ഉമൈർ ഫൈസിയും, കൊരട്ടിക്കര ബാദ്രിയ മസ്ജിദിൽ ആബിദ് അഹ്സനിയും നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരത്തിന് മഹല്ല് ഖത്തീബ് SMK തങ്ങൾ അൽ മുഖൈബിലി ദേശമംഗലം നേതൃത്വം നൽകി. തുടർന്ന് ഗബർ സിയാറത്ത്, വുളൂഹിയത്ത് എന്നിവയും ഉണ്ടായി. മഹല്ല് പ്രസിഡന്റ് PK സുലൈമാൻ, സെക്രട്ടറി PY അബുസാലി, ട്രഷറർ KK സിയാദ്, KU കബീർ, KS ഇബ്രാഹിം, MK മൊയ്തീൻ എന്നിവർ നേതൃത്വം നൽകി. മണികണ്ഠേശ്വരം മദ്രസത്തുൽ മുഹമ്മദിയ ജുമാഅത്ത് പള്ളിയിൽ ബലിപ്പെരുന്നാൾ നമസ്കാരം നടത്തി. ഹാഫിൽ നാസർ ലത്തീഫ് കാർമ്മികത്വം വഹിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൾ റഷീദ്, ഹസീസ് ഹാജി, സലാവുദ്ദീൻ, അബൂബക്കർ, ബേബി മാലിക് എന്നിവർ നേതൃത്വം നൽകി. ഞമനങ്ങാട് മഹല്ല് ബലിപ്പെരുന്നാൾ നമസ്കാരം
മഹല്ല് ഖത്തീബ് സൈദലവി സഖാഫി കാർമ്മികത്വം വഹിച്ചു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ മദീദ് മാസ്റ്റർ, KS ഷാജി, നൌഷാദ് വല്ലാശ്ശേരി, MC അബൂബക്കർ ഹാജി, നബീൽ NMK, കുഞ്ഞിമോൻ ഹാജി, MC അബൂബക്കർ ഹാജി, സുലൈമാൻ, അബ്ദുൾ റസാഖ് നാറാണത്ത് എന്നിവർ നേതൃത്വം നൽകി. വൈലത്തൂർ മഹല്ലിൽ ബലിപെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് ഷാഫി ഹൈതമി കാർമ്മികത്വം വഹിച്ചു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ കാസിം, കലാം, ഖാദർ, മുഹമ്മദ് അലി, മജീദ് എന്നിവർ നേതൃത്വം നൽകി. കൊമ്പത്തേൽപ്പടി സലഫി മസ്ജിദ് കമ്മിറ്റി ഈദ്ഗാഹ് നടത്തി. ഷമീർ മദീനി നേതൃത്വം നൽകി. കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൾ റഹ്മാൻ, ഷക്കീർ KK, അബ്ദുൾ അസീസ് എന്നിവർ നേതൃത്വം നൽകി. കല്ലൂർ മഹല്ല് ചെറിയ പെരുന്നാൾ നമസ്കാരം പുന്നീർകുളം മഹല്ല് ഖത്തീബ് മുഹമ്മദ് റിയാസ് ഹുദവി കാർമ്മികത്വം വഹിച്ചു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൾ റസാഖ്, ജാഫർ സാദിഖ്, VK ഫസലുൽ അലി, ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. നായരങ്ങാടി സെന്റർ ജുമാഅത്ത് പള്ളിയിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടത്തി. റാഷിദ് കല്ലൂർ കാർമ്മികത്വം വഹിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ അബ്ദു ഹാജി, സെയ്ദു ഹാജി, അലിക്കുട്ടി ഹാജി, അബ്ദുൾ റസാഖ്, മുഹമ്മദ് അലി സഖാഫി എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് ഹിറ മസ്ജിദിന്റെ നേതൃത്വത്തിൽ ഈദ്ഗാഹും ഹിക്മ പരീക്ഷാ റാങ്ക് ഹോൾഡറെ അനുമോദിക്കലും നടത്തി. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ഈദ്ഗാഹിൽ പങ്കെടുത്തു. ഹിക്മ ടാലന്റ് പരീക്ഷയിൽ റാങ്ക് കരസ്ഥമാക്കി വിജയിച്ച ഹിറ മസ്ജിദ് മദ്രസ വിദ്യാർത്ഥിനി ദിയ ഫാത്തിമയ്ക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും മദ്രസ പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ വിതരണം ചെയ്തു. ഹിറ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹിനെത്തിയവർക്ക് പായസം വിതരണവും ഉണ്ടായി. ഉമ്മർ ചേനാത്തയിൽ, ബക്കർ ചന്ദനത്ത്, സിറാജ് പെരുമ്പള്ളി, കരീം മുടവത്തയിൽ, ഹല്ലാജ് മന്ദലാങ്കുന്ന്, ലത്തീഫ് കോരയിൽ, സാദിഖ് തറയിൽ തുടങ്ങിയവർ പായസ വിതരണത്തിന് നേതൃത്വം നൽകി. SYS മന്ദലാംകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തെരുവിൽ കഴിയുന്നവർക്ക് പെരുന്നാൾ ദിനത്തിൽ അന്നം നൽകി. മഹലിലെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്കും ഇതോടൊപ്പം ഭക്ഷ്യക്കിറ്റ് നൽകി. കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് പ്രസിഡന്റ് TM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. KMJ യൂണിറ്റ് സെക്രട്ടറി ആരിഫ് കരിയാടൻ അധ്യക്ഷത വഹിച്ചു. അനസ് മുഈനി, ഷമീർ, നിയാസ് കൂളിയാട്ട്, അഷ്ഫാർ, ഷാഹിദ്, ശിഹാബ് ബാക്കവി, സദാം, ഫയാസ്, സഫർ, ഷുക്കൂർ കരിയാടൻ എന്നിവർ നേതൃത്വം നൽകി. ഒരുമ ഈദ്ഗാഹ് മാറഞ്ചേരി പാലസ് അങ്കണത്തിൽ നടന്നു. വിവിധ മഹല്ലുകളുടെയും സംഘടനകളുടെയും സംയുക്തമായാണ് ഒരുമ മാറഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ പാലസ് ഓഡിറ്റോറിയത്തിൽ ഈദ്ഗാഹ് നടന്നത്. നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും മാറഞ്ചേരി മസ്ജിദുൽ അസ്ഹർ ഖത്തീബ് ഷാനു അൻവരി നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഒരുമ ചെയർമാൻ EM മുഹമ്മദ്, ജനറൽ കൺവീനർ A അബ്ദുൾ ലത്തീഫ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ME നസീർ, VK ഫൈസൽ, NK ഇസ്ഹാഖ്, AT അലി, മൊയ്തുണ്ണി എന്നിവർ നേതൃത്വം നൽകി. ഒരുമയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി യുവജനങ്ങൾക്കുള്ള ഗൈഡൻസ് പ്രോഗ്രാം ഈ മാസം 30-ന് അരുണോദയത്തിൽ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ആർഭാടങ്ങൾക്കും പൊങ്ങച്ചങ്ങൾക്കും പെരുന്നാൾ ആഘോഷത്തിൽ ഇടം നൽകരുതെന്ന് TG ലുക്മാൻ മൗലവി. വടക്കേക്കാട് 4-ാം കല്ല് M&T ഓഡിറ്റോറിയത്തിൽ ഈദ്ഗാഹിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനീതികൾക്കും അക്രമങ്ങൾക്കും അവകാശ നിഷേധങ്ങൾക്കും ഇരകളാകുന്ന മനുഷ്യരെ ഓർക്കാനും അവരുടെ മോചനത്തിനായി പ്രാർത്ഥിക്കാനും അദ്ദേഹം വിശ്വാസികളോട് പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വടക്കേക്കാട് ഈദ്ഗാഹ് കമ്മിറ്റിയുടെ വിരുന്ന് സൽക്കാരവും ഉണ്ടായി. അവിയൂർ ജുമാ മസ്ജിദ് ഹസൻ ഫൈസി, എടക്കര മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ അബൂബക്കർ ലത്തീഫി, കുഴിങ്ങര ജുമാ മസ്ജിദ് ഇസ്മായിൽ ഫൈസി, എടക്കര മിനി സെന്റർ ബിലാൽ മസ്ജിദ് ഷാഹിദ് സഖാഫി, തെക്കേപുനീർ ജുമാ മസ്ജിദിൽ അലി മളറി, വെട്ടിപ്പുഴ റഹ്മ ജുമാ മസ്ജിദിൽ ഷാക്കിർ ഫൈസി, പനന്തറ ഉരുളുമൽ ജുമാ മസ്ജിദിൽ ഹസൻ ഫൈസി, വടക്കേപുനീർ പിലാക്കാട്ടൽ ജുമാ മസ്ജിദ് ഷിഹാബുദ്ദീൻ അസ്ഹരി, കൗക്കാനപ്പെട്ടി ജുമാ മസ്ജിദ് സക്കറിയ ഫൈസി, പരൂർ ഞാലിൽ ജുമാ മസ്ജിദ് അഹമ്മദ് കബീർ സഖാഫി, ചമ്മന്നൂർ ജുമാ മസ്ജിദിൽ അലി ദാരിമി, പറയങ്ങാട് ജുമാ മസ്ജിദിൽ ഷർഫുദ്ദീൻ ഫൈസി, മണികണ്ഠേശ്വരം സ്വാബ ജുമാ മസ്ജിദിൽ ഹാഫിൽ നസീർ ലത്തീഫി, വയലത്തൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ഷാഫി അൽ ഹൈതമി, കല്ലൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് റിയാസ് അലി ഹുദവി, മന്ദലാങ്കുന്ന് ജുമാ മസ്ജിദിൽ നിസാർ അഹ്സനി, പരൂർ മാഞ്ചിറ മസ്ജിദിൽ ഫൈസൽ സഖാഫി, ചെമ്മണ്ണൂർ വടക്കേക്കുന്ന് ബിലാൽ മസ്ജിദിൽ ഇസ്മായിൽ സുഹരി, അംബാല താഹ ജുമാ മസ്ജിദ് സ്വാലി ഫൈസി, മന്ദലാങ്കുന്ന് യാസിൻ മസ്ജിദിൽ മുഹമ്മദ് അൻഫാസ് ഹൾറമി, അണ്ടത്തോട് ജുമാ മസ്ജിദ് മുഹമ്മദ് അഷ്റഫി, അകലാട് പുത്തൻപള്ളി ജുമാ മസ്ജിദ് PT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, അണ്ടത്തോട് തങ്ങൾപ്പടി ഇലാഹിയ ജുമാ മസ്ജിദിൽ ഹുസൈൻ അഷ്റഫി, മന്ദലാങ്കുന്ന് കുന്നത്ത് മസ്ജിദിൽ അഷ്കർ അലി ബദരി, മന്ദലാങ്കുന്ന് മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ലത്തീഫ് ദാരിമി, അകലാട് ഖാദ്രിയ ജുമാ മസ്ജിദിൽ ജാബിർ ഫൈസി, അകലാട് മൊയ്തീൻ പള്ളി അബ്ദുൽ നാസർ ദാരിമി, അകലാട് ഒറ്റൈനി ഉമർ ബിൻ ഖത്തീബ് മസ്ജിദ് ഷരീഫ് ഫൈസി, ഒറ്റൈനി ബീച്ച് മസ്ജിദിൽ നബവി ഹമീദ് ബഖവി, അകലാട് 4-ാം കല്ല് ഹാജിയാർ മസ്ജിദ് അബ്ദുസലാം ബദരി, മുതുവമ്മൽ ജുമാ മസ്ജിദിൽ അഷ്റഫ് അഷ്റഫി, വടുതല ഉള്ളിശ്ശേരി ജുമാ മസ്ജിദിൽ സുബൈർ കമാലി അൻവരി, അണ്ടത്തോട് ബീച്ച് ജുമാ മസ്ജിദിൽ അബ്ദുൽ മജീദ് ഫൈസി, അകലാട് MIC ജുമാ മസ്ജിദിൽ സുലൈമാൻ അൻവരി, അകലാട് ബദർപള്ളി ബാദുഷ ബാഖവി, പാലപ്പെട്ടി സലഫി മസ്ജിദിൽ ഇബ്രാഹിം സലഫി,
മന്ദലാങ്കുന്ന് കിണർ സലഫി മസ്ജിദിൽ ജംഷീർ, അകലാട് സലഫി മസ്ജിദിൽ ആമിൻ കൊടുങ്ങല്ലൂർ, അൽത്ര ടൗൺ സലഫി മസ്ജിദിൽ അബ്ദുൾ റൌഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പടപ്പ് വന്നേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച ഈദ്ഗാഹിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ, വടക്കേക്കാട് MNT ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഈദ്ഗാഹിൽ TG ലുക്മാൻ, വടക്കേക്കാട് സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈദ്ഗാഹിൽ സമീർ മദനിയും നേതൃത്വം നൽകി. ഹജ്ജ് കർമ്മത്തിനായി പോയ ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി മക്കയിൽ നിര്യാതനായി. എടക്കഴിയൂർ ഹൈസ്കൂളിന് കിഴക്കുവശം താമസിക്കുന്ന കുളങ്ങത്തയിൽ മൊയ്തുണ്ണി മകൻ ഷംസുദ്ദീനാണ് ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മക്കയിൽ മരിച്ചത്. 60 വയസ്സായിരുന്നു. സുഹറ ഭാര്യയാണ്. ഷെറിൻ, ഷെഹഫീൻ, ഷാനിസ് എന്നിവർ മക്കളാണ്. മക്കയിൽ ഹജ്ജ് കർമ്മത്തിനിടെ പാവർട്ടി സ്വദേശി കുഴഞ്ഞു വീണ് മരിച്ചു. പാവർട്ടി പുതുമനശ്ശേരി നാലകത്ത് വീട്ടിൽ മുസ്തഫയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഹജ്ജ് കർമ്മത്തിലെ പ്രധാന ചടങ്ങായ ജുംറയിൽ കല്ലെറിയുന്നതിനിടെയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അന്ത്യം. ഈ മാസം 6-ാം തീയതിയാണ് ഭാര്യ റിസിയയ്ക്കൊപ്പം മുസ്തഫ ഹജ്ജ് നിർവഹിക്കുന്നതിനായി മക്കയിലേക്ക് യാത്ര തിരിച്ചത്. സർക്കാർ ക്വാട്ടയിലായിരുന്നു യാത്ര. മുർഷിദ്, മിർസ, ഫർസ എന്നിവർ മക്കളാണ്. കുന്നംകുളം നഗരസഭയിലെ 20-ാം വാർഡ് ശാന്തിനഗറിൽ പ്രവർത്തിച്ചുവരുന്ന ആശീർവാദ് അംഗൻവാടിയുടെ പ്രവേശനോത്സവവും വാർഷിക സമ്മേളനവും നടന്നു. CV ശ്രീരാമൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ മിനി മോൺസി അധ്യക്ഷയായി. ചടങ്ങിൽ +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ തീർത്ഥ സുഭാഷ്, ജെയ്സ് ബിജോയ് എന്നിവരെയും SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ആൽബിൻ, സജി, ഗീവസ് എന്നിവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. അംഗൻവാടി കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. പന്നിത്തിടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ SSLC +2 വിജയികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. യൂണിയൻ ഭാരവാഹികളായ MP സിജോ, സലാം വലിയകത്ത്, PU പ്രകാശ്, VK മോഹനൻ എന്നിവർ സംസാരിച്ചു. ബിബിൻ, ജിജോ, ജോ CV, സത്യൻ, PG രാജൻ, ദിനേശൻ, റിന്നി എന്നിവർ അനുമോദന സദസ്സിന് നേതൃത്വം നൽകി. കാണിപ്പയ്യൂർ നാട്ടുവെളിച്ചം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഫാദേഴ്സ് ഡേ ആഘോഷിച്ചു. പാൽ സൊസൈറ്റിക്ക് സമീപം സംഘടിപ്പിച്ച ചടങ്ങ് പോർക്കളയങ്ങാട് ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സ്വാതി പ്രമിത്ത ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര അധ്യക്ഷനായി. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തക സത്യഭാമ വിശ്വനാഥൻ, നാട്ടുവെളിച്ചം വൈസ് പ്രസിഡന്റ് സജീവ് മനയിൽ, സെക്രട്ടറി KK തിലകൻ, ട്രഷറർ സുനിത ഷൈജൻ എന്നിവർ സംസാരിച്ചു. പെരുവണ്ണൂർ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് KSU വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരം 2024 സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബാബു നാസർ മാസ്റ്റർ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി. 67ാമത് നാഷണൽ സ്കൂൾ ഗെയിംസിൽ അണ്ടർ-14 ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ പൃഥ്വിരാജ്, 4 പതിറ്റാണ്ടിലേറെ പെരുമണ്ണൂരിന്റെ പോസ്റ്റ്മാനായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ചന്ദ്രൻ, പറക്കുളം NSS കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായി തെരഞ്ഞെടുത്ത S. ശ്യാംജിത്ത്, പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ഷോൾ അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ഉമ്മർ മൗലവി മുഖ്യാതിഥിയായി. K. നന്ദകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് N. സാവിത്രി, ഇന്ദിര ടീച്ചർ, സേതു മംഗലത്ത്, VR പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി അങ്ങാടി ഗ്രാമീണ വായനശാലയുടെ 42ാമത് വാർഷിക പൊതുയോഗവും അനുമോദന സദസ്സും നടന്നു. അനുമോദന സദസ്സ് ചാലിശ്ശേരി ഗ്രാമത്തിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ടായി മെയ് 31-ന് കേരള പോലീസിൽ നിന്ന് വിരമിച്ച മുൻ കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഷാജു K. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ബാബു P. ജോർജ് അധ്യക്ഷനായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഷാജു K. വർഗീസിന് വായനശാലയുടെ ഗോൾഡൻ മെമ്പർഷിപ്പ് നൽകി. ഗ്രാമീണ വായനശാല അംഗങ്ങളിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ഷാജു K. വർഗീസ്, ആനു വിനു എന്നിവർ മൊമെന്റോ നൽകി അനുമോദിച്ചു. വാർഷിക യോഗത്തിൽ സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ PS വിനു കണക്കവതരണം നടത്തി. 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ബാബു P. ജോർജ്, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ്, ട്രഷറർ PS വിനു, പ്രോഗ്രാം കൺവീനർ PK സന്ദീപ് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. PK മോഹൻദാസ് സ്വാഗതവും CV ഷാബു നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്.
സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ചെറുവത്താനി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വി എ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി വാർഷിക റിപ്പോർട്ടും ട്രഷറർ രമാഭായ് ടീച്ചർ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സേവാഭാരതി സംസ്ഥാന സമിതി അംഗം പി കെ ഉണ്ണി സമാപന സന്ദേശം നൽകി. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് വി എ ദാമോദരൻ, സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, ട്രഷറർ സിമി രാജേഷ്, IT കോർഡിനേറ്റർ മുരളി സംഘമിത്ര തുടങ്ങിയവർ ചുമതലയേറ്റു. ആപത് സേവ ജില്ലാ കൺവീനർ പ്രമോദ് ചാവക്കാട് പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്തു. പുതിയ ഭരണസമിതി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് പ്രസിഡന്റ് വി എ ദാമോദരൻ പറഞ്ഞു. രമാഭായ് ടീച്ചർ നന്ദി പറഞ്ഞു. കോൺഗ്രസ് ചിറയൻകാട് പടിഞ്ഞാറ്റുമുറി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി NM റഫീഖ് അധ്യക്ഷത വഹിച്ചു. ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജനാർദ്ദനൻ നായർ, കോൺഗ്രസ് നേതാക്കളായ CG നായർ, KK രവി, ശശിധരൻ കണ്ടംപുള്ളി, BA അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 94 രൂപ. ചരമം ചാലിശ്ശേരി തണ്ണീർക്കോട് വെങ്ങാലിൽ പരേതനായ ഗോപാലമേനോൻ ഭാര്യ സുമംഗല നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. സുരേഷ്, സുഷമ എന്നിവർ മക്കളാണ്. തിരുവത്ര കോട്ടപ്പുറം പരേതനായ കേരന്റകത്ത് മമ്മദ് മകൻ മുഹമ്മദീൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഖബറടക്കം പുതിയറ പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഷെരീഫ ഭാര്യയാണ്. സിയാദ്, ഷഹീർ എന്നിവർ മക്കളാണ്. അഞ്ഞൂർ വാഴപ്പള്ളി കുരുതുണ്ണി ഭാര്യ മേരി നിര്യാതയായി. 98 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. പഴഞ്ഞി കാഞ്ഞിരത്തിങ്കൽ മാട്ടത്തിൽ പരേതനായ ചാത്തൻ മാസ്റ്റർ മകൻ സുരേഷ് നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് ചിറക്കൽ പൊതുശ്മശാനത്ത് നടക്കും. പാറേമ്പാടം കളരിക്കൽ വേലപ്പു മകൻ ഡോക്ടർ ഷൺമുഖദാസ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടക്കും. ഭുവനേശ്വരി ഭാര്യയാണ്. ശ്രീദേവി മകളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആത്മസമർപ്പണത്തിന്റെ സന്ദേശവുമായി ബക്രീദ് ആഘോഷം. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ പുതുക്കി ബലിപ്പെരുന്നാൾ ആഘോഷിച്ച ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങൾ ഭക്തി നിർഭരം. തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ വാഹനമിടിപ്പിച്ച കേസ്. ഒരു പ്രതി കൂടി പിടിയിൽ. മുഖ്യപ്രതി അലന്റെ സുഹൃത്തും ഒറ്റപ്പാലം സ്വദേശിയുമായ അജീഷാണ് തൃശൂരിൽ നിന്നും പിടിയിലായത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനം ഇടിപ്പിച്ചതെന്ന് FIR. ഭൂചലനങ്ങൾ തുടർക്കഥയാകുമ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറി ദേശമംഗലത്തെ ഭൂചലന നിരീക്ഷണ കേന്ദ്രം. നോക്കുകുത്തിയായി മാറിയിട്ട് 2 പതിറ്റാണ്ടോളമായിട്ടും നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.